കാൽവരിമലയുടെ സ്മരണയുമാ ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. കാൽവരിമലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിലെന്നെ കഴുകണമേ. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയിൽ എന്നെ കഴുകണമേ. നിൻ മരക്കുരിശിൻ ചാരേ ഞാനും നിന്നിഴൽ തേടി അണഞ്ഞിടുന്നു. നിൻ മരക്കുരിശിൻ ചാരി ഞാനും നിന്നിഴൽ തേടി അണഞ്ഞിടുന്നു. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അനശ്വരമാകുമീ അൾത്താര തന്നിൽ അടിയങ്ങൾ പ്രാർത്ഥന ഉരുവിടുമ്പോൾ അനശ്വരമാകുമീ അൾത്താര തന്നിൽ അടിയങ്ങൾ പ്രാർത്ഥന ഉരുവിടുമ്പോൾ വരദാനമാരി ചുരിഞ്ഞിടണേ നീ അകതാരിൽ വന്നണഞ്ഞിടണമേ. വരദാനമാരി ചൊരിഞ്ഞിടണേ നീ അകതാരിൽ വന്നണഞ്ഞിടണമേ. ഈശ്വര ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുപ്രഭാതം. ഒപ്പം ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനമാണ്. കേരളപ്പിറവിയുടെയും മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുമ്പോൾ സകല വിശുദ്ധരുടെയും തിരുനാൾ നവംബർ മാസം 1-ാം തീയതിയാണ് നമ്മൾ ഓർക്കുക. എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാൾ ദിവസമാണ് ഇന്ന്. നമ്മുടെ എല്ലാവരുടെയും തിരുനാൾ ദിവസമാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മളെല്ലാവരും ദേവാലയത്തിലും സ്വഭവനങ്ങളിലുമൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രത്യേകിച്ചും ഈ പ്രഭാതം നൽകി ബലി അർപ്പിച്ച് ദിവസം ആരംഭിക്കുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് നൽകിയതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഇടവക കുടുംബത്തെ മുഴുവനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ ബലിയിലുള്ളവരും ഭവനങ്ങളിൽ ആയിരിക്കുന്നവരുമായിട്ട് എല്ലാവരെയും ഓർക്കാം. ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. അവരെ ചികിത്സിക്കുന്ന, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യപരകരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും
വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ പ്രത്യേകിച്ച് ആരും കാണുന്നില്ല ലിസ്റ്റിൽ. ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സഹോദരി ചെറിയ വടിയിൽ ഡെയ്സി, ആ സഹോദരിയുടെ മാത്രമാണ് നമ്മൾ ലിസ്റ്റ് കാണുക. ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ആ സഹോദരിയോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പിക്കാം. തുടർന്നും ആവശ്യമായ എല്ലാ അനുഗ്രഹത്തെയും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുവാനുള്ള എല്ലാ കൃപകളും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോകാൻ പൂർണ്ണതയോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങൾ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സർവ്വത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹയായി തീർത്തതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസഞ്ചരി വീക്ഷിക്കുന്നു. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനം സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരാ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ എന്നും ഞാൻ. സകലേശ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നെന്നും. അനവധ്യം ഭവനാഥാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആവർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരൻ, യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ
പൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും സ്വർഗീയ വിശുദ്ധരെ പോലെ വചനം പാലിച്ച് ജീവിക്കുവാനും നൂറുമേന്യ ഫലം നൽകുവാനും ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 13 1 മുതൽ 13 വരെ വാക്യങ്ങൾ ഗുരു ആശീർവദിക്കുന്നു. മിശിഹ സഹോദരൻ ഇരിക്കട്ടെ. സ്നേഹം സർവോത്കൃഷ്ടം. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളെ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോത്ഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശുസഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നാഥാനിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നാഥാനിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥാ നീ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാഥാ നീ ചൊരിയണമേ. നാഥാ നിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ളവരെ, സഭയിൽ ഇന്ന് എല്ലാ വിശുദ്ധരെയും ഓർക്കുന്ന ദിവസമാണ്. ഈ
സ്വർഗീയ വിശുദ്ധരുടെയൊക്കെ ജീവിതകാലത്തേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ അവിടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണ് അവർ. ഒത്തിരിയേറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളവരാണ് ഇവർ. മറ്റുള്ളവരുടെ പരിഹാസ്യങ്ങളും മറ്റുള്ളവരുടെ നിന്ദനങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. സത്യത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗം മനയിലെ പ്രസംഗത്തിൻ്റെ ആ വചനഭാഗമാണ്. കർത്താവ് മുൻകൂട്ടി പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ കുരിശുകളും തീർച്ചയായിട്ടും നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ സ്വീകരിക്കുകയാണ് എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് അനുഗ്രഹമായിട്ട് മാറും. നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗീയ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു നോക്കുമ്പോൾ അവിടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള ആ അനുഭവങ്ങളെ പരാതി കൂടാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിക്കാതെ അവർ ധൈര്യപൂർവം ദൈവത്തിൻ്റെ പരിപാലനയിൽ കൃപയിലും ആശ്രയിച്ചു നിന്നുകൊണ്ട് അവർ അതിനെയൊക്കെ സ്വീകരിച്ചവരാണ്, നല്ല മനസ്സോടുകൂടി പരാതിയില്ലാതെ. ഇന്ന് അവർ സഭയിൽ വിശുദ്ധിയുടെ സോപാനങ്ങളിൽ അവർ ഇരിക്കുന്നുവെങ്കിൽ നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുകയും വണങ്ങുകയും അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അവരുടെ സഹനത്തിൻ്റെ എല്ലാം പിന്നീട് ദൈവം നൽകിയ അനുഗ്രഹമാണത്. പ്രിയമുള്ളവരെ, നമ്മളും ഒരു വിധത്തിൽ ഒരു സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കൊറോണ കാലഘട്ടം നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെയും അസ്വസ്ഥതകളിലൂടെയും വെല്ലുവിളികളിലൂടെയുമൊക്കെ ഒരു അതിജീവനത്തിൻ്റെതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുക. ഈ സഹനങ്ങൾ ഒരു പക്ഷേ സ്വർഗീയ വിശുദ്ധരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ സഹനം പോലെ അല്ല എങ്കിൽ തന്നെയും നമ്മളും ഒരു സഹനത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുക, ജീവിക്കുക. നമ്മൾ ഒരു വലിയൊരു വെല്ലുവിളിയുടെ പ്രതിസന്ധിയുടെ നടുവിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. ഇന്ന് കേരള പിറവി കൂടിയാണ്. തീർച്ചയായിട്ടും കേരള സംസ്ഥാനത്തിൻ്റെ ഈ അവസ്ഥയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വേണ്ട എല്ലാ വശങ്ങളിലെയും സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒത്തിരിയേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒരുപക്ഷെ ആശങ്കകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ വിശ്വാസത്തിൻ്റെ ആ പരിച നമുക്ക് എടുക്കാം. വിശ്വാസം അത് നമ്മിൽ കൈവെടിയാതെ, നമ്മിൽ നിന്നും കുറഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, നിരാശ എന്ന് പറയുമ്പോൾ പ്രത്യാശ ഇല്ലാത്ത അവസ്ഥ നമ്മളെ കാന്തു പിടിക്കാതെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി നമുക്കിതിലേക്ക് അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് നൽകുമെന്നുള്ള പ്രത്യാശയോടുകൂടി അവയെ സ്വീകരിക്കുവാനും കാണുവാനും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരവസ്ഥ നമുക്ക് ലഭിക്കും. അതിജീവനം തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ, അതിജീവിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും പേരിന് കാണബോധരായിട്ടുള്ള ഒരു മധ്യസ്ഥൻ, സ്വർഗീയ വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ നമുക്കുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ആ സന്ദേശം നമുക്കും ഉൾക്കൊണ്ടുകൊണ്ട് അവർ എങ്ങനെ ഈ ജീവിതാനുഭവങ്ങളെ, ഈ ലോകത്തിൻ്റെതായ ആകർഷങ്ങളെയൊക്കെ അവർ അതിജീവിച്ചുവോ അങ്ങനെ നമുക്ക് ജീവിക്കുവാൻ സ്വർഗീയ വിശുദ്ധിയുടെ സോപാനങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രമിക്കാം. അധ്യായം 5 1 മുതൽ 12 വരെ തിരുവചനങ്ങൾ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ.
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവി മഹത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനമനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യസൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന കർത്താവേ, കർത്താവേ, മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലത്തിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കാൻ അവൾക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് നിന്നെ അനുഗമിക്കാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടേതായ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ലോകമെങ്ങുമുള്ള രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അചകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകഴുകി കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം പരിശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടുന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിൽ സജ്ജീകരിക്കപ്പെടുന്ന അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിട പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്മയ്ക്കും ആമേനാമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിനും സകല സൃഷ്ടികൾക്കും ആദിച്ചതിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള ദൈവവും പിതാവിന്റെ കൂടെ ഏകദൈവമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിലൂടെ പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാമമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമോചിതയും ശരീരത്തിന്റെ ഉയർപ്പം നിത്യായുഷ്യം ഞങ്ങളെ പറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ മേശ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്തർ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും പരസ്പര സമാധാനം. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം ഇസഹാക്ക് യാക്കോബിൻ വിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് മുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധരും രൂപികളുമായ കൃപന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത്, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരോഗ്യ ഫലകര മറ്റ് ആരോഗ്യ പ്രവർത്തകരെല്ലാവരെയും ഓർക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിന് പേർ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും മരണമടഞ്ഞു പോയ എല്ലാ രോഗികളെയും ലോകമെങ്ങുള്ളവരെല്ലാം ഓർത്ത് അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ആർക്കൊക്കെ വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും, പ്രത്യേകമായി ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും, ഞങ്ങളെല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ വിശുദ്ധരെ പോലെ ഈ ലോക ജീവിത അനുഭവങ്ങളെ പരാതി കൂടാതെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി തമ്പുരാൻ ഞങ്ങൾക്കത് പിന്നീടെല്ലാം സന്തോഷമാക്കി മാറ്റും. ഇതിനൊക്കെ അതിജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോട് ജീവിക്കുവാനും സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, പാപത്തിൻ്റെ തിന്മയുടേതായ സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് സ്വർഗീയ വിശുദ്ധരെ പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെ വിശുദ്ധീകരിച്ച് നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യ സക്രാരിയിൽ ഈശോ വാഴും നീത പൂജ്യമാമോസ്തിയിൽ ദിവ്യ കാരുണ്യമാ. ദിവ്യ സക്രാരിയിൽ ഈശോ വാഴും നീതാ പൂജ്യമാമോസ്തിയിൽ ദിവ്യ കാരുണ്യമാ. നിത്യജീവൻ തരാം സ്വർഗരാജ്യം തരാം സ്നേഹകൂദാശയായി ഈശോ അണയും നീതാ. നിത്യജീവൻ തരാൻ സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ അണയും നീതാ. ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ ഈശോ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന ഹൃദയ കവാടത്തിൽ ഈശോ മുട്ടുകയാണ്. മകനെ മകളെ, എനിക്ക് നിന്റെ ഹൃദയത്തിൽ നിന്നോടൊപ്പം എനിക്ക് വസിക്കണം. അതിനാണ് ഞാൻ വിശുദ്ധ കുർബാനയായി മാറിയത്. ഒരു നിമിഷം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് പശ്ചാത്തപിക്കാം, ഏറ്റുപറയാം നമ്മുടെ മുമ്പിൽ. തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നമുക്ക് മാപ്പ് നൽകി അവിടെ നിന്ന് നമ്മെ സ്വീകരിക്കും. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു നൽകും. ആ പ്രതീക്ഷയോടുകൂടി വിശ്വാസത്തോടുകൂടി വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിൽ ഈശോ സ്വീകരിക്കുവാൻ ഒരുക്കത്തോടുകൂടി കർത്താവ് പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കാം. അവിടുത്തെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ നേത്രങ്ങൾ വഴി നീ മിശിഹായ്ക്ക് ഹൃദയം അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു. കേൾപ്പിയാവുന്ന പാറമേൽ നിന്നെ പണിതുയർത്തി. നിന്നെ സംരക്ഷിക്കുവാൻ അജപാലകന്മാരെ നൽകി. തന്നെ തന്നെ നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോട് കൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ,
മാതാവിന്റെ മഹത്വീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനത്തിലേക്ക് നയിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. എങ്കിലും ആഗ്രഹത്താൽ അരൂപയിലുള്ള ദിവികാരം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുവല്ലേ അരൂപയിലുള്ള ദിവികാരം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശ്വരന്റെ ശരീരവും രക്തവും കടങ്ങളുടെ പൊതിക്കുന്ന ജീവൻ കടമായി തീരട്ടെ. ആമേൻ. നമുക്കറിയാം നവംബർ മാസമാണ്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ. നാളെ സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസമാണ്, ഓർമ്മ ദിനമാണ്. നമുക്കറിയാം പതിവ് പോലെ നമുക്കൊന്നും സാധിക്കില്ല ആഘോഷങ്ങൾ. എങ്കിലും നമ്മൾ ലളിതമായ രീതിയിൽ അനുവദനീയമായ രീതിയിൽ തന്നെ നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാളെ സകല മരിച്ചവരുടെയും ഓർമ്മ ദിനമാണ്.
രാവിലെ 6:30 തന്നെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ആഘോഷമായിട്ടുള്ള മരിച്ചവരുടെ പാട്ട് കുർബാനയും തുടർന്ന് നമ്മൾ മരിച്ചവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും ഒപ്പീസും അത് പള്ളിയകത്ത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മറ്റ് പുറത്തേക്കുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ 6:30 അത് ലൈവായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കഴിയുന്നതും നമ്മുടെ എറണാകുളം ജില്ല നമുക്കറിയാം മെയ് 15 വരെ വീണ്ടും ഇപ്പോഴുള്ള നിലവിലുള്ള നിരോധനാജ്ഞ തുടരും എന്നാണ് നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് നമ്പർ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തലേ ദിവസം അത് മെസ്സേജ് വിട്ടാൽ ഒരു പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല. നേരിട്ട് നിങ്ങൾ നമ്പറിൽ വിളിച്ചാൽ വിളിച്ച് നിങ്ങൾ സംസാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണം ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഒത്തിരി ഇളവുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിലുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്കിപ്പോൾ ഒരു കുർബാനയേ ഉള്ളൂ. പക്ഷേങ്കിലും 2 കുർബാന നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരാഴ്ചയെ കൂടി നമുക്ക് കാത്തിരിക്കാം. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം നമുക്ക് പറ്റുമെങ്കിൽ ഞായറാഴ്ചകളിൽ 2 കുർബാന വയ്ക്കുന്നത് രാവിലെ 8:45 കുട്ടികൾക്ക് ക്ലാസ്. മറ്റേ കുർബാന മതബോധനമായിട്ട് ബന്ധപ്പെട്ട കുർബാന 8:45 ആരംഭിക്കുക. എങ്കിലും അതിനോട് തീരത്തേക്ക് വിധത്തിൽ പതിവുള്ള കുർബാനയും പിന്നെ ഒരു കുർബാനയും കൂടി നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ചകളിൽ 40 പേർക്ക് ആവാം ഇപ്പോഴത്തെ ഇതനുസരിച്ച്. അപ്പോൾ 40 പേരോളം നമുക്ക് വരാൻ സാധിക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക. ഇന്ന് അത്രയും പേര് കാണുന്നില്ല, 40 ആയിട്ടില്ല എങ്കിലും 40 പേരോളം നമുക്ക് ഞായറാഴ്ചകളിൽ ആവാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയന്ത്രണങ്ങളിലെ ഭാഗമായിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ ശ്രമിക്കുക. ഞാൻ 2 കുർബാനയുടെ കാര്യം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മരിച്ചവരുടെ മാസത്തിലെ കുർബാന നിയോഗം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള നിയോഗങ്ങൾ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ഏൽപ്പിക്കുക. വിളിച്ച് പറഞ്ഞാൽ മതിയായിരിക്കും. അതിൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് കാര്യങ്ങൾ അതൊക്കെ പിന്നീട് നമുക്ക് സാവധാനം ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾ നിയോഗങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് അറിയിക്കുക. അതനുസരിച്ച് വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് ശ്രമിക്കും അവരുടെ നിയോഗത്തിൽ. അതുകൊണ്ട് അങ്ങനെ നിയോഗം ഏൽപ്പിക്കുന്നവർക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും വരാനുള്ള സാഹചര്യവും കൂടി ഉണ്ടാവും, അവസരമുണ്ടാവുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും നമ്മുടെ ഹൃദയത്തെ വസിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് നന്ദി പറയാം. നമ്മുടെ സ്വർഗീയ വിശുദ്ധരുടെ തിരുനാൾ ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും തിരുനാൾ ദിവസമാണ്. നമുക്കധികം തിരുനാൾ ദിവസമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവരുടെ പ്രത്യേകമായ ശക്തമായ മധ്യസ്ഥം തമ്പുരാൻ്റെ അടുത്ത് നമുക്ക് വേണ്ടി ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം അവരോട്. ഒപ്പം നമ്മുടെ എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി അവിടുത്തെ മാപ്പ് ചോദിച്ച് നമ്മുടെ ഇടവ കുടുംബത്തെ എല്ലാവരെയും സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമേ ബലിവഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കർത്താവിന്റെ കബറിടമേ സ്വസ്തി.
നിന്നെ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ അറിഞ്ഞുകൂടാ. നമ്മൾ വായിച്ച കുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് കരുണ കൊന്ത ചൊല്ലി ലോകമെങ്ങുമുള്ള എല്ലാ രോഗികൾക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ ആടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ, പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയർപ്പേകുന്നു, നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായിട്ടിതാ ഈശോ നമ്മുടെ മധ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുന്നു. അവിടുത്തെ ആ സ്നേഹത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ആശ്വാസത്തിൻ്റെ, പരിഹാരത്തിൻ്റെ, ആ വലിയ പ്രത്യാശയുടെ സന്ദേശവുമായിട്ട് ഈശോ ഇതാ നമ്മളോടൊപ്പമായിരിക്കുന്നു. നമ്മളോടൊപ്പം ഒരു സ്വർഗീയ ജീവിതാവസ്ഥയുടെ, സ്വർഗീയ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ് ഇന്നേ ദിവസം. കാരണം എല്ലാ വിശുദ്ധരും നമ്മളോടൊപ്പമുണ്ട്. സകല വിശുദ്ധരും, സഭയിലുള്ള സകല വിശുദ്ധരും നമ്മളോടൊപ്പം, നമ്മളെല്ലാവരും ആ വിശുദ്ധരോടൊപ്പം ഈശോയുടെ സന്നിധിയിൽ. ഇപ്പോൾ എത്ര ആനന്ദകരമായ അനുഭവമാണിത്, എത്ര സന്തോഷം നിറഞ്ഞ അനുഭവമാണിത്. ഈ സമയവും നമുക്കെല്ലാം മറക്കാൻ പറ്റുന്നതില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റ് അസ്വസ്ഥതകളും ടെൻഷനും എല്ലാം അത് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ആശ്വാസം, പരിഹാരം നമ്മുടെ ജീവിതത്തിലെ എല്ലാം അവിടെ നിന്ന് നമുക്ക് നൽകും. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക്, ലോകത്തിൻ്റെ മുഴുവനും പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഈശോ കുരിശിലർപ്പിച്ച ആ ബലി അത് നമ്മൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അവിടുത്തെ ആ വിശുദ്ധ കുരിശിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശുദ്ധ കുരിശ് കൊണ്ട് എല്ലാ വ്യക്തികളെയും വലയം ചെയ്യണമേ എന്ന്, പ്രത്യേകിച്ചും രോഗികളായിരിക്കുന്നവരെ, രോഗികളെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യപാലകർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യപാലകർ, പൊതുപ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് കുരിശിലെ ഈശോയുടെ സഹനങ്ങളെ ഓർത്തുകൊണ്ട് കരുണക്കൊന്ത് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 പരിശുദ്ധരായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ എല്ലാ മുഴുവന്റെയും രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധരായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവനുള്ള പാപികളുടെയും രോഗികളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധരായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധരായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധരായ ദൈവമേ, പരിശുദ്ധരായ ബലവാനെ, പരിശുദ്ധരായ അമർത്തനെ, ഞങ്ങളുടെ ലോകമെങ്ങുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, എന്റെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ. പിതാവേ ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും 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 മേൽ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെയും ലോകമെങ്ങുമുള്ള പാപികളുടെയും രോഗികളുടെയും മേൽ കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളെ ലോകം കൊണ്ട് പാപങ്ങളെയും പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഘോഷവും ഉണ്ടായിരിക്കട്ടെ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. തന്നെ സമീപിച്ചവർക്ക് ആർക്കും അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകാതെ തിരിച്ചു വിട്ടില്ല എന്നുള്ളതാണ് സുവിശേഷത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുക. തൻ്റെ അടുത്ത് പലവിധ ആവലാദികളുമായിട്ട്, സങ്കടങ്ങളുമായിട്ട്, ആവശ്യങ്ങളുമായിട്ടൊക്കെ വന്നവരെല്ലാം അവർക്ക് നന്മയായിട്ടുള്ളത് മാത്രം നൽകിക്കൊണ്ട് കർത്താവ് അവരെ തിരിച്ചയക്കുകയാണ്. ഒരുപക്ഷേ ആത്മീയമായ വിശുദ്ധി ആവശ്യമുള്ളവർക്ക് അവരുടെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകിക്കൊണ്ടാണ്, ആത്മീയമായ വിശുദ്ധി അനുഗ്രഹം നൽകിക്കൊണ്ടാണ് അവരെയും തിരിച്ചുവിടുക കർത്താവ്. തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മളെയും അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് നമുക്കും ആവശ്യമായിട്ടുള്ളത്, നമുക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ അവിടുന്ന് നൽകുകയുള്ളൂ. അത് നൽകും, ഉറപ്പാണ്. കുറച്ചുകൂടി ശക്തമാണ് നമ്മുടെ സാന്നിധ്യം ഈശോയുടെ അടുത്ത്. കാരണം നമ്മൾ തനിച്ചല്ല. ഇന്ന് നമ്മുടെ എല്ലാ വിശുദ്ധരും നമ്മളോടൊപ്പമുണ്ട്. വിശുദ്ധരിൽ വെച്ച് ഏറ്റവും വലിയ വിശുദ്ധ, ആദ്യത്തെ വിശുദ്ധ തന്നെയാണ് പരിശുദ്ധ അമ്മ. അമ്മയും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മളോട് കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല നമ്മുടെ ആവശ്യങ്ങൾ. പക്ഷെ നമുക്കത് നന്മയായിട്ടുള്ളതായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ആരും നശിച്ചു പോകരുത് എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദോഷം നൽകുന്നതൊന്നും അവിടുന്ന് നൽകുകയില്ല, നമ്മൾ എത്ര ആവശ്യപ്പെട്ടാലും. അപ്പൻ അല്ലെങ്കിൽ അമ്മ മക്കൾക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ കൊടുക്കുകയുള്ളൂ. അവർ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കുകയില്ല. അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ദോഷം നൽകുന്ന, തിന്മ ചെയ്യുന്ന യാതൊന്നും അവർക്ക് നൽകുകയില്ല, എത്ര സ്നേഹമുണ്ടെങ്കിലും. അതിൻ്റെ പേരിൽ എത്രമാത്രം ആ മക്കൾ പിണങ്ങിയാലും, ഒരു പക്ഷേ അവരുടെ മനസ്സ് വേദനിച്ചാലും കൊടുക്കുകയില്ല. കാരണം അറിയാൻ കൃത്യമായിട്ട്. അതുപോലെയാണ് നമ്മെ സ്നേഹിക്കുന്ന ഈശോ. അതുകൊണ്ടാണല്ലോ അവിടുന്ന് പറഞ്ഞത്, മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് നമ്മളെ ആശീർവദിക്കുവാൻ, അനുഗ്രഹിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടു കൂടി ഈശോയുടെ പാദാന്തികത്തിലിരുന്ന് എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഈ സമയം സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവ കുടുംബത്തെ, ലോകമെങ്ങുമുള്ള എല്ലാ രോഗികളെയും, അവരെ ശുശ്രൂഷിക്കുന്നവരെയും, എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ഈശോയുടെ ഈ ആശീർവാദത്തായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ
കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും ബഹുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗീയ മധ്യസ്ഥരുടെ തിരുനാളെന്ന് അപ്പോൾ നമുക്ക് പരസ്പരം ഹാപ്പി ഫീസ്റ്റ് പറയാം. ഹാപ്പി ഫീസ്റ്റ്. വിഷ് യു ഹാപ്പി ഫീസ്റ്റ്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ പരസ്പരം പറയുന്നെന്ന്. ഹാപ്പി ഫീസ്റ്റ് പറ. ഓ എന്തൊരു മടിയാ. നാളെ മരിച്ചവരുടെ ദിവസമാണ്, ഓർമ്മ ദിനമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 6:30 ലൈവ് പ്രോഗ്രാം വിശുദ്ധ കുർബാനയുണ്ട്. കുർബാനയ്ക്ക് വരുന്നവർ ഒന്ന് വിളിച്ച് അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ മരിച്ചവരുടെ മാസത്തിന് നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് കുർബാന ഒഴികെ ഒപ്പീസ് കാര്യങ്ങളൊന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. പള്ളിയകത്ത് നമ്മളവിടെ പെറ്റുവെച്ചിരിക്കും. അന്നേത്തേക്കും ഒപ്പീസിനുമുള്ള പൈസ നിങ്ങളവിടെ, നിങ്ങൾ വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിൽ പള്ളി ഇവിടെ തുറന്നു കിടക്കുകയാണ്, നിങ്ങൾക്കതിൽ ഇടാവുന്നതാണ്. അത് പിന്നീട് ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് ഒപ്പീസ് അല്ലെങ്കിൽ അധ്യയത പ്രാർത്ഥന അവർക്ക് വേണ്ടി നടത്തുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരും ഒപ്പീസോ കാര്യങ്ങളോ ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പൈസ അവിടെ ഇട്ടാൽ മതിയായിരിക്കും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ജന്മദിനാശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു.
മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീച്ചിടിയാ വളരണമേ യഹോവേ. മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീച്ചിടിയാ വളരണമേ യഹോവേ. മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനേ മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുന്നിൽ ഞാൻ എന്റെ പാപമകറ്റണമേ. എൻ മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായ് മാമലയിൽ എരിതീച്ചിടിയാ വളരണമേ യഹോവേ. എന്റെ ഈ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാ നിന്റെ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ മുകളിൽ നീ മുകിലുപോ പറന്നൊഴുകണേ മരുഭൂവിൽ പാറയിൽ വെള്ളമാ എന്റെ ദാഹം തീർക്കണമേ. എൻ മനോഫലകങ്ങളിൽ